നമ്മളെ സംബന്ധിച്ചിടത്തോളം അപൂർവമായിട്ടൊരു കാഴ്ചയാണ് ഈ ആപ്പിൾ മരങ്ങൾ. നമ്മൾ ഈ പാഠപുസ്തകത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ കടകളിലൊക്കെ ഇതിങ്ങനെ എപ്പോഴും നമ്മൾ വാങ്ങാറുണ്ട്, കാണാറുണ്ട്. ആപ്പിൾ നമുക്ക് വളരെ പരിചിതമാണ്. പക്ഷേ ആപ്പിളിൻ്റെ ഒരു മരം, ഒരു മാതൃസസ്യം, ആ ഒരു കാഴ്ച നമ്മൾ ഒരു പക്ഷേ എന്താ പറയുക വളരെ അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്തരം ഒരു ആപ്പിൾ തോട്ടമാണ് ഇത്, മുഴുവൻ ആപ്പിൾ തോട്ടമാണ്. അപ്പോൾ ഇപ്പോൾ ഫ്ലവറിങ്ങിൻ്റെ സമയമാണ്. അപ്പോൾ അത് പിന്നെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സീസൺ വരുന്നത് ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ആ സമയമൊക്കെയാണ് ഇതിൻ്റെ സീസൺ വരുന്നത്. അപ്പോൾ ആ സമയത്താണ് ഇവിടെ വരുന്നതെങ്കിൽ ഇത് മുഴുവനായിട്ട് ഇങ്ങനെ ആപ്പിൾ എന്താ പറയുക, ഇതിലൊക്കെ ആപ്പിൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ സത്യത്തിൽ ആപ്പിളിൻ്റെ ഒരു ചെറിയ രൂപമാണ്. എന്ന് വെച്ചാൽ ഈ ഒരു രൂപം ഇത് കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് ആപ്പിളായിട്ട് മാറിയിട്ടുണ്ടാവും. ഇതിൽ നിന്ന് തന്നെ ഇപ്പം 1, 2, 3, 4, 5, 6 അതിൽ നിന്ന് വരും. 1, 2, 3, 4 and 5. അപ്പോൾ ഒക്ടോബർ മാസത്തിലൊക്കെയാണ് ഇവിടെ എന്ത് ചെയ്യുക, നമുക്ക് കഴിക്കാൻ പാകത്തിലുള്ള ഒരു ആപ്പിൾ ഉണ്ടല്ലോ, അത് ഇതിലെല്ലാം കാണുന്നത് ഒക്ടോബർ മാസത്തിലായി. ഈ ഒരു ഏരിയ മുഴുവൻ ആപ്പിൾ തോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ആപ്പിളുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇവിടെ ആദ്യം ഈ ആപ്പിൾ ജ്യൂസ്, ഇതാണ് ആപ്പിൾ ജ്യൂസ് എന്ന് വെച്ചാൽ നമ്മൾ ക്രഷ് ചെയ്തെടുക്കുന്ന രീതിയാണ്. നമ്മൾ അവിടുത്തെ പോലെ ജ്യൂസ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ആക്കുന്ന രീതിയില്ല, നമ്മൾ കൈകൊണ്ട് പിഴിയുന്ന പോലെ ചെറിയ യന്ത്രം ഉപയോഗിച്ചുകൊണ്ട്, പ്രത്യേക യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ ഫ്രഷ് ജ്യൂസ് ഇവിടെ കിട്ടും. എന്താ ആപ്പിൾ ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വ്യത്യസ്ത ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ചുറ്റും കാണുന്നത്. അതിൻ്റെ ജാം, സ്ക്വാഷ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ആൾക്കാരൊക്കെ അവരിങ്ങനെ എന്ത് ചെയ്യും, ഇവിടേക്ക് ആകർഷിക്കും. എന്നിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ വിൽപ്പന നടത്തും. അങ്ങനത്തെ കുറേ കേന്ദ്രങ്ങളാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത്. കാശ്മീരിലെ ഇത്തരം ജ്യൂസ് വിൽപ്പന കേന്ദ്രങ്ങൾ ഒരുപാട് കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കുന്നില്ല. അതുപോലെ മധുരത്തിന് പഞ്ചസാരയോ മറ്റ് കെമിക്കൽസോ ചേർക്കുന്നില്ല. ഒരു വലിയ ഗ്ലാസ്സിലായിരിക്കും നമുക്കിത് തരിക. ആ ഗ്ലാസ് നിറയാൻ വേണ്ടിയിട്ട് 5 or 6 ആപ്പിൾ എടുത്തിട്ടുണ്ടാവും. ഒരു ഗ്ലാസ് ജ്യൂസിന് 100 രൂപയെ എടുക്കുന്നുള്ളൂ. അപ്പം ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ ഇതാ ജ്യൂസൊക്കെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്നും ഇതാ വളരെ നാച്ചുറൽ ആണ്. അപ്പം നമ്മൾ കണ്ടുകൊണ്ട് കേട്ടോ, വേറെ ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടില്ല, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഉഗ്രം ടേസ്റ്റ് കേട്ടോ. 1, 2, 3, 4, 5 सेब निकलेगा यहाँ से. जितना ये आएगा ये पिकल, एप्पल जाम, पिकल मिलेगा, चटनी मिलेगा, मुरब्बा, लोटस, कमल ककड़ी का मलबेरी जाम और मिलेगा, एप्पल साइडर पिकल भी बनता है. गार्लिक से क्या पिकल और कश्मीरी गार्लिक चटनी. मैं दिखाऊंगा, आप पहले यहाँ से जाओ, आप देखो एप्पल का झाड़ फोटो. मलबेरी जाम ये खून के लिए अच्छा होता है. वॉलनट जाम जैसे ड्राई फ्रूट होता है, ये आएगा एप्पल का जाम. ये आएगा वॉलनट जाम जैसे ड्राई फ्रूट होता है. बाद നേരത്തെ നമ്മൾ കണ്ടത് നമ്മുടെ നാടൻ ഇനാണ്. ഇത് ശരിക്ക് ഹൈബ്രിഡാണ്. ഇത് ഹൈബ്രിഡ് ഇനങ്ങളാണ്. അപ്പോൾ ഈ ഒരു വലിയ ഹൈറ്റിലൊന്നും ഇത് വരില്ല, കുറച്ചുകൂടെ എത്തുകയുള്ളൂ. പക്ഷേ കുറച്ചുകൂടെ നല്ല എന്തായിരിക്കും, ഒരുപാട് പിന്നെ ഉൽപ്പന്നങ്ങൾ കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ റിച്ച്ഡായിട്ട് ഇതിലുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ഉപയോഗിക്കുന്ന വളം തനി എന്താ പറയുക, ഈ കൗഡൻ മാത്രം ഉപയോഗിക്കുന്നത്, ചാണകം മാത്രം ഉപയോഗിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. വേറെ യാതൊരു വിധത്തിലുള്ള പിന്നെ രാസവളവും ഉപയോഗിക്കുന്നില്ല. നമ്മുടെ ഈ കൗടങ്ങിൻ്റെ ചാണകത്തിൻ്റെ വലിയൊരു കൂന അവിടെ കാണാം, ഞാൻ കാണിച്ചു തരാം. ഏതാ ചാണകം വലിയ കൂനയാക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പം അത് ഓരോ തടത്തിലേക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതായത് ചെറിയ വണ്ടി കണ്ടില്ലേ, ആ വണ്ടിയിൽ ഇങ്ങനെ ചെറുതായിട്ട് കൊണ്ടുപോകും. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ് അതിൻ്റെ ജോലിക്കാർ. അപ്പം ഈ ഒരു പ്രദേശം മുഴുവൻ ഹൈബ്രിഡാണ്. അപ്പോൾ ആപ്പിൾ മരത്തിൻ്റെ ഒരു സൈസ് നമുക്ക് കാണാം. ഇതാ ഇപ്പോൾ ഒരാൾ നിൽക്കുന്നതിൻ്റെ ഒരു ഇത്രയും കൂടെ ഉണ്ടാവും. ഏകദേശം ഒരു 6-7 മീറ്ററൊക്കെ ഉണ്ടാവും. ഇനി ഈ വീഡിയോ ഉയർത്തുന്ന പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ സീസൺ ഒരിക്കൽ മാത്രം. പക്ഷേ നമ്മുടെ മാർക്കറ്റിൽ വർഷം മുഴുവൻ ഇത് ലഭ്യമാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. ഈ പ്രദേശത്തു നിന്നൊക്കെ
വിളവെടുക്കുമ്പം സീസൺ കാലത്ത് ഒരു വലിയ ശേഖരം തന്നെ ഉണ്ടാവും. അത് ഒറ്റയടിക്ക് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് പ്രയാസമാണല്ലോ. ബാക്കി വരുന്ന ആപ്പിൾ മുഴുവൻ കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കുക ചെയ്യുക. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. പ്രത്യേക ഊഷ്മാവ്, ചില പ്രത്യേക വാതകങ്ങൾ ഇങ്ങനെയൊക്കെ ഒരുക്കിയെടുക്കുന്ന ഒരു സംവിധാനമാണ് ഈ കോൾഡ് സ്റ്റോറേജ്. അപ്പോൾ ഈ ആപ്പിൾ ഒരുപാട് കാലം കേട് കൂടാതെ ഇങ്ങനെ കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം നോക്കാം. ഇത് വേറൊരു വർഗം ആപ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലവറിങ് സമയം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിളവെടുപ്പിൻ്റെ സമയവും വ്യത്യാസം ഉണ്ടാവും. ആദ്യം കാണിച്ച ആപ്പിളിന് മുമ്പേ ഇതിൻ്റെ വിളവെടുപ്പ് ഉണ്ടാവും. ഇനി മൂന്നാമത്തെ കാര്യം നോക്കാം. ഇന്ത്യയിലാണെങ്കിൽ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് അവിടെയും ആപ്പിൾ കൃഷിയുണ്ട്. ഇതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളും ആപ്പിൾ കൃഷി ഉണ്ടാവുമല്ലോ. ഇങ്ങനെ പല പ്രദേശങ്ങൾ കൊണ്ടും വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് എല്ലാ കാലത്തും ആപ്പിൾ വിപണിയിൽ എത്തുന്നത് എന്നൊക്കെയുള്ളൊരു പാഠം എനിക്ക് ഇവിടുന്ന് നേരിട്ട് മനസ്സിലാക്കാനായി. അപ്പോൾ ഈ ആപ്പിൾ തോട്ടത്തിൽ കുറേ സമയം ചിലവഴിച്ചു. ഇനി ഞങ്ങൾ പോകുന്നത് നേരെ പഹൽഗാമിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കാണുന്നതൊക്കെ ആപ്പിളിൻ്റെ വിശാലമായ ലോകമാണ്. നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പം ഓരോരുത്തരും ഇങ്ങനെ കൈ കാണിക്കും, നമ്മളെ അങ്ങോട്ട് ക്ഷണിക്കും ആപ്പിൾ വിൽക്കാൻ വേണ്ടിയിട്ട്, ആപ്പിളിൻ്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വലിയ ലോകമാണ് കാശ്മീർ. കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, കാര്യമായിട്ട് ഈ 3 സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിൽ ആപ്പിൾ ഉൽപ്പാദനം നടത്തുന്നത്.